പഞ്ചേന്ദ്രിയങ്ങളുടെ ഉപയോഗം പറയാതെ തന്നെ ഏവർക്കും അറിയാവുന്നതാണല്ലോ. കാഴ്ച, കേൾവി, രുചി, സ്പർശം, മണം എന്നിവ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുവാൻ ആർക്കും തന്നെ താല്പര്യമുണ്ടാവില്ല. അവരവരുടെ അഭിരുചിക്ക് യോജിക്കാത്ത കാഴ്ചകൾ കാണാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ദുർഗന്ധമുള്ള ചുറ്റുപാടിൽ നമ്മുടെ മനസ്സ് ശരിക്കും അസ്വസ്ഥമാകുന്നു. എത്ര രുചികരമായ ഭക്ഷണമാണെങ്കിലും കഴിക്കുന്ന വ്യക്തിക്ക് താല്പര്യമില്ലെങ്കിൽ അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. സ്പർശനത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ. ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നാം ഉത്കണ്ഠപ്പെട്ടിട്ട് പ്രയോജനമില്ല. മനസ്സിന് സംഘർഷമുണ്ടാകുവാൻ ഇട നൽകാതെ അനുകൂലമായ ക്രിയാത്മക ചിന്തകൾ വളർത്തി അസ്വസ്ഥതകളെ നാം ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ആകുലപ്പെട്ടിട്ട് പ്രയോജനമില്ല. മഹാനായ ജോർജ് മുള്ളർ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: വിശ്വാസത്തിന്റെ അവസാനം ആകുലതയുടെ ആരംഭമാണ്. വിശ്വാസത്തിന്റെ അവസാനം ആകുലതയുടെ ആരംഭമാണ്.